അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അൽഹംദുലില്ലാ അങ്ങനെ ഒരെട്ടേപത്തിൽ പോണു. ഇന്നും അതുപോലെ കാക്കുന് പണിയുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് പോയി. ഇനി ഉച്ചക്ക് ചോറിന് വരും, അത് കഴിഞ്ഞ് വീണ്ടും ചോറ് തന്നിട്ട് വീണ്ടും പോകും. അപ്പോൾ നമ്മളിനി കുറച്ച് ദിവസത്തിന് വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്, ആരുമില്ല. അപ്പുറത്തും ഇപ്പുറത്തും പോകാമെന്ന് വെച്ചാൽ അപ്പുറത്തേക്കും പോയാലും ഒന്നുമില്ലെങ്കിൽ ഫോണിൽ നോണ്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓലതായ കാര്യങ്ങൾ നമ്മളോട് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ചാനലെടുത്തത്. കാരണം കുറച്ച് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മക്കളെ കിട്ടി, ഒരുപാട് സഹോദരന്മാരെ കിട്ടി, സഹോദരിമാരെ കിട്ടി. എല്ലാത്തിനും ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഉസ്താദന്മാരെ വിമർശിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നീ വിമർശിക്കൂലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും. പക്ഷേ ഞാൻ ഒന്ന് ചിന്തിക്കാറുണ്ട് അങ്ങനെ പറയുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർ പറയുന്നത് അവരുടെ ജോലിയാണ്. അവരെ ഒരു പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണം നടത്തുന്ന സ്റ്റേജിലേക്കോ വിളിച്ചിട്ട് അവരോട് പള്ളി കമ്മിറ്റിക്കാർ പറയുന്നതാണ് ഇന്ന വിഷയം എടുത്ത് നമ്മൾ സംസാരിക്കണം എന്നവർ പറയുന്നത് കൊണ്ടാണ് അവരത് അങ്ങനെ പറഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം ഓരോ സ്ഥലത്തും ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ അവിടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കാലം മുമ്പ് വരെ അന്ന് നോട്ടീസ് അടിച്ച് പതിച്ചിട്ട് ഇന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്, ഒന്നല്ലെങ്കിൽ ബദർ യുദ്ധത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഉഹദ് യുദ്ധത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിനെക്കുറിച്ച്, അതല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളെക്കുറിച്ചാണ് ഉസ്താദന്മാർ പണ്ഡിതന്മാർ നമുക്ക് മതപ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അവരുടെ ജോലിയാണ്. പിന്നെ ഞാൻ ചിന്തിക്കാറുള്ള കാരണം, ഇപ്പോൾ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, അതിലെല്ലാ ഉസ്താദന്മാരും ഒരേമാതിരി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് റസൂലുള്ളാഹി വന്ന് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു, എന്നിട്ട് എൻ്റെ ഭാര്യയുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാൻ പറഞ്ഞു, 300 കോടി 30 ഏക്കർ 3 ഏക്കർ സ്ഥലം എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ. പക്ഷെ അല്ലാത്ത കുറേ ഉസ്താദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരെ നമ്മൾ കുറച്ച് ബഹുമാനിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഇതാരും കാണുന്നില്ല, നമ്മൾ അതേമാതിരി നമ്മൾ സംസാരിക്കണു, അത് അപ്ലോഡ് ചെയ്യണു, അങ്ങനെയാണ് പോകണു. പക്ഷേ കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പണ്ഡിതന്മാരില്ലാതെ ഇസ്ലാം സമുദായത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ സമുദായം ഇത്രയും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഉസ്താദന്മാരുടെ മതപ്രഭാഷണം കൊണ്ട് തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഒരു ഉപദേശങ്ങൾ നമുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതിന് മുമ്പ് എത്രയോ പ്രാവശ്യം, എന്തിന് ഞാൻ തന്നെ പറയണം, ഇപ്പോൾ ഞാനിങ്ങനെ ചുറ്റിക്കെട്ടി എന്നിരിക്കുന്നത് നമ്മുടെ ഒരു സമുദായം ഈ പറയുന്ന മാതിരി ഇത് തന്നെ ഹറാമാണ്, അറിയാം, നിവൃത്തിയോടുകൊണ്ട് നമ്മൾ വന്നിരിക്കുന്നതാണ്, അതും അറിയാം. പക്ഷേ നമ്മളുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 5 വയസ്സാകുമ്പോൾ അതിനെ മദ്രസയിൽ ചേർക്കണം. ഈ മദ്രസയിൽ അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരാണ്. അത് കഴിഞ്ഞ് നമ്മളുടേതായ കുടുംബജീവിതം, സ്കൂൾ പഠിപ്പും മദ്രസ പഠിപ്പും അതൊക്കെ അങ്ങനെ വളർന്നു വന്ന് ആ സമയം വരെ, അത് കഴിഞ്ഞ് ആ കുട്ടിക്കൊരു നിക്കാഹ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണൽ ഇതൊക്കെ കഴിഞ്ഞ് ആ നിക്കാഹിൻ്റെ സമയമാകുമ്പോൾ, അത് നിക്കാഹിൻ്റെ സമയം കേട്ടോ, അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നിക്കാഹൊന്നും ഇല്ലാതെ തന്നെ ഓടിപ്പോണവരുണ്ട്, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മളെ മതപരമായിട്ട് നടത്തുന്ന ചടങ്ങുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉസ്താദിനെ വിളിച്ചേ പറ്റൂ. ചെക്കൻ വീട്ടുകാരും വിളിക്കണം, പെണ്ണിൻ്റെ വീട്ടുകാരും വിളിക്കണം, നിക്കാഹ് വേണം, അതിന് നമുക്ക് ഉസ്താദന്മാർ വേണം. കാരണം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്കൊരു കുട്ടീനെ കൈ പിടിച്ചിട്ട് നിക്കാഹും ചൊല്ലിയിട്ട് ഉമ്മാക്കോ പാപ്പാക്കോ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് പണ്ഡിതന്മാർ തന്നെ വേണം, അതിന് നമുക്ക് ഉസ്താദന്മാർ തന്നെ വേണം. പിന്നെ അതും കഴിഞ്ഞ് ഇപ്പോൾ ഞാനീ ഇരിക്കണം, അത് കഴിഞ്ഞ് അവരവരെ ജീവിതത്തിലേക്ക് പോയി. അവിടെ ഉസ്താദന്മാരെ ഒഴിവാക്കി നിർത്താൻ പറ്റൂല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് വിമർശിക്കുന്നതൊക്കെ ശരി, പക്ഷേ ഉസ്താദന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നതിലേക്കുള്ളതാണ്. അപ്പോൾ
ഇപ്പം ഞാൻ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം ഞാൻ ഈ കസാലയിൽ ഇരിക്കുന്നുണ്ട്. ഈ കസാലയിൽ നിന്ന് എനിക്ക് ഏത് സമയത്താണ് എൻ്റെ അസ്രായേൽ എൻ്റെ അടുത്ത് എത്തുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു രംഗം നമുക്ക് വരാനുണ്ട്. പറയുന്ന കേട്ടില്ലേ, നിങ്ങൾ പാട്ട് കേട്ടില്ലേ? ഒറ്റ വീർപ്പ് നിന്ന് പോയാൽ തീരുമാഹങ്കാരം ഒക്കെയും പടച്ച റബ്ബിൽ തേട് സാധാ നേരം. അങ്ങനെ ഒരു സംഭവം നമ്മളെ മരണം. ജീവിച്ചാൽ മാത്രം പോരല്ലേ, നമുക്ക് മരിച്ചും പോണ്ടേ. അപ്പം അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളെ കുടുംബത്തിലുള്ളവരെയൊക്കെ അറിയിക്കും. അതേ സമയത്ത് തന്നെ നമ്മളെ പള്ളിയിൽ അറിയിക്കും. ഉസ്താദിനോട് പറയും. ഉസ്താദ് ഖബർ വെട്ടുന്നവരെ ഫോൺ വിളിച്ചും ഇങ്ങനെ ഒരു മരിപ്പുണ്ട്, നമുക്കൊരു ഖബറിന് കുഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയും. ആ ഖബർ കുഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ വീട്ടിൽ വെച്ച് നമ്മളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി അത്തറ് പൂശി മൈലാഞ്ചിയൊക്കെ ഇട്ട് കസ്തൂരി ഇട്ട് എല്ലാം തൊട്ട് നമ്മളെ വെള്ള പുതപ്പിച്ച് കടത്തിൻ്റെ ഇടയിൽ ഉസ്താദ് വന്നിട്ടുണ്ട്. പുറത്തിരുന്നിട്ട് ഒരു ഹാളിലോ അല്ലെങ്കിൽ റൂമിലോ എവിടെയാണ് സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണോടത്ത് അവിടെ ഇരുന്നിട്ട് മരിച്ചുപോയ നമ്മൾക്ക് വേണ്ടി അവരൊരു ദുആ ഒരു ദുആ ചെയ്യാറുണ്ട് അവർ. അത് കഴിഞ്ഞ് ആ ഇടയിലൊരു ദുആ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മയ്യത്തെടുക്കുന്ന സമയത്ത്, നമ്മളെ മയ്യത്തെടുക്കുമല്ലോ, ആ മയ്യത്തെടുക്കുന്ന സമയം കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഉസ്താദന്മാർ എല്ലാവരും കൂട്ടവും കുടുംബവും ബന്ധവും സ്വന്തവും അയൽവക്കവും എല്ലാം കൂടി നിന്നിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് ഒരു ദുആ ചെയ്യാൻ. അവിടെയും നമുക്ക് പണ്ഡിതന്മാർ വേണം, ഉസ്താദന്മാർ വേണം. അല്ലാതെ നമ്മളെ വീട്ടിലുള്ളവർ ഇരുന്ന് ഓതിയിട്ട് കട്ടിൽമ മയ്യത്തും വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ എവിടെയും നമ്മൾ ചിന്തിക്കണം ഓരോന്ന് പറയുമ്പോഴും. പിന്നെ ചില ഉസ്താദന്മാർ പറയും, അപ്പോൾ നമ്മൾ എൻ്റെ ഒരു മാനസികാവസ്ഥക്കനുസരിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്. അതേമാതിരി ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ടാവും. അവർക്ക് അവരുടേതായ ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് ഓരോരുത്തർ സംസാരിക്കാറുള്ളത്. അപ്പോൾ വീഡിയോ 70 നിമിഷം ആയി തോന്നുന്നു, പഠിച്ചോനെ കൂടിപ്പോയാണാവും. ഏതായാലും എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കാം. അതിനാരും തടസ്സം വന്ന് നിൽക്കില്ല. അപ്പോൾ എത്രയോ ഇസ്ലാം മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ അന്യ മതസ്ഥരുടെ കൂടെ പോയി ജീവിക്കുന്നുണ്ട്. ആരെങ്കിലും പറയുന്നുണ്ടോ? അവർ പറയേണ്ടത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. പറയേണ്ടത് അവരെ കടമയാണ്, അതവർ പറയുന്നു. ഇപ്പോൾ ഏത് ഇതിലാണെങ്കിലും ഞാനും വീഡിയോസ് ചെയ്യാറുണ്ട്, ഞാനും പറയാറുണ്ട്. എന്നെക്കൊണ്ട് അറിയാവുന്നത് ഞാൻ എൻ്റെ സഹോദരന്മാർക്കാണെങ്കിൽ ഞാൻ പറയാറുണ്ട്. അത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് എനിക്ക് ബന്ധപ്പെട്ട ആൾക്കാരോട് പറയുള്ളൂ, താത്ത അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നാരും പറയില്ലല്ലോ എന്നുള്ള ചിന്ത വെച്ചിട്ടാണ്. കാരണം നമ്മളെ ഇസ്ലാം സമുദായത്തിൽ അതിൻ്റേതായ ഇതിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നമ്മളൊന്നും ആ കണക്കിലല്ല ജീവിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം നമ്മളെ കുടുംബത്തിലില്ല എന്ന് പറയണമായിരിക്കും സത്യം. അതുണ്ടായിരുന്നെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ നമുക്ക് കാറില്ല, അതേമാതിരി തന്നെ നമുക്ക് അതിൻ്റെ സമ്പത്തില്ല, നമുക്ക് ഇരിക്കാൻ വീടില്ല, നോക്കാൻ ആൾക്കാരില്ല. അപ്പോൾ നമ്മളുടെ ഒരു ചാൺ വയറിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആ കണ്ടെത്തലിലൂടെ ഒരു പക്ഷേ ഇതൊന്നും നോക്കാൻ കഴിയില്ല. അതിന് നമുക്ക് വേറെ വശത്തു കൂടെ കിട്ടുന്നുണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കുക. കാരണം അവരെ ഒഴിവാക്കി, പണ്ഡിതന്മാരെ ഉസ്താദന്മാരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ സമുദായത്തിന് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. എന്തിനും ഏതിനും നമുക്ക് വേണ്ടത് അവരൊക്കെ തന്നെയാണ്. അതിൽ നല്ലതും ഉണ്ടാവാം, കെട്ടതും ഉണ്ടാകാം. അപ്പോൾ അതിൽ നല്ലതിനെ എടുക്കുക, കെട്ടതിനെ ഒഴിവാക്കി വിടുക. അപ്പോൾ വീഡിയോ ഒരുപാട് 9 മിനിറ്റായി ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.